ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. മഞ്ജു പത്രോസ് എന്ന് പറയുന്ന നടിയെ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ആ സ്ത്രീയുടെ ഭർത്താവിന്റെ ഇന്റർവ്യൂ ആണ് കാണാനിടയായത്. ഒരു മെയിൻ സ്ട്രീം ചാനലിലാണ് പുള്ളിക്കാരന് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്, സുനിച്ചന്. ഞാനൊക്കെ നേരത്തെ ഈ മഞ്ജു പത്രോസിനെ ഇപ്പോൾ കാണുന്നതിന് മുമ്പ്, അതിനു മുമ്പ് വെറുതെ അല്ല ഭാര്യ എന്നൊരു പ്രോഗ്രാമിൽ ഇവർ പങ്കെടുത്ത സുനിച്ചനും ഈ മഞ്ജു പങ്കെടുത്ത ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരുപാട് വർഷം മുമ്പാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലൂടെയാണ് എനിക്ക് ഇവരെ രണ്ടുപേരെയും അറിയാവുന്നത്. പിന്നീട് അതിനുശേഷം മഞ്ജു ഇപ്പം അഭിനയിക്കുകയൊക്കെ ചെയ്ത് ഓരോ പ്രോഗ്രാമും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ ചാനൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് മഞ്ജു നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ മഞ്ജുവിൻ്റെ ഭർത്താവായ സുനിച്ചന് എവിടെയെന്ന് പലതവണ ഇങ്ങനെ മഞ്ജുവിൻ്റെ അഭിനയമൊക്കെ കാണുമ്പോൾ ഓർക്കാറുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴാണ്, ഇപ്പോൾ ഒന്നല്ല, ഇതിന് കുറച്ച് നാൾ മുമ്പ് ഫ്ലവേഴ്സിൽ 1 കോടി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ മഞ്ജു പത്രോസ് പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ മഞ്ജു പത്രോസ് തൻ്റെ ജീവിത അനുഭവങ്ങൾ വിവരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ധാരണയിൽ വന്നത് ആ സുനിച്ചന് ഇപ്പോൾ എവിടെയാണ്, അതുപോലെ തന്നെ മഞ്ജുവിൻ്റെയും സുനിച്ചൻ്റെയും ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഏകദേശം വിവരങ്ങൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും മഞ്ജു പറഞ്ഞിരുന്നത്, മഞ്ജു 21 പവനോളം സ്വർണവുമായിട്ടാണ് സുനിച്ചൻ വിവാഹം കഴിച്ചപ്പോൾ മഞ്ജു ആ വീട്ടിലേക്ക് വന്നപ്പോൾ വളരെ പ്രതീക്ഷകളോടുകൂടി, എല്ലാ സ്ത്രീകളെയും പോലെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി വന്ന ഒരു യുവതിയായിരുന്നു. വന്നപ്പോഴാണ് അന്ന് രാത്രി തന്നെ സുനിച്ചന് മഞ്ജുവിൻ്റെ പക്കൽ നിന്ന് ആ 21 പവനും ഈ സുനിച്ചൻ വാങ്ങുകയുണ്ടായി. അതിന് കാരണം ഈ സുനിച്ചന് കല്യാണ ചെലവിനും അതുപോലെ തന്നെ വീടൊക്കെ നന്നാക്കി പുതുക്കി പണിതതിൻ്റെയും അങ്ങനെയൊക്കെ ഒരുപാട് കടങ്ങൾ ഈ സുനിച്ചന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കടമൊക്കെ വീട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ജുവിൻ്റെ പക്കൽ നിന്ന് ഈ സ്വർണം വാങ്ങുന്നത്. ഈ 21 പവനോളം സ്വർണവുമായിട്ട് വന്ന മഞ്ജുവിൻ്റെ ആ സ്വർണം വിൽക്കാൻ വേണ്ടിയിട്ട് സുനിച്ചൻ തയ്യാറാകുന്നത്. അപ്പോൾ അതിനുശേഷം മഞ്ജു ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഇപ്പോൾ ഈ ഒരു ലെവലിൽ വരെയും എത്തിയിരിക്കുന്നത്. ആ കടങ്ങളുടെ ഭാരം മുഴുവനും മഞ്ജുവിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തിട്ട് സുനിച്ചൻ 2016 ആയപ്പോഴത്തേക്കിന് വിദേശത്തേക്ക് പോയി. പുള്ളി എന്തോ ഒരു ഓർക്കസ്ട്രയോ എന്തോ പരിപാടിയൊക്കെ ആയിട്ട്, പുള്ളി മ്യൂസിക്കിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട്, അങ്ങനെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ദുബായിലോ മറ്റോ പോയി എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ പിന്നീട് ഈ കടക്കാർ എല്ലാ ദിവസവും വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഈ മേടിച്ചിരിക്കുന്ന പലരോടും മേടിച്ചതാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് പൈസയ്ക്ക് ആവശ്യപ്പെടും. അപ്പോൾ അതിനെല്ലാം മറുപടി പറയേണ്ടത് ഈ മഞ്ജു ആയിരുന്നു. അപ്പോൾ വീട്ടിലത്തെ കോളിംഗ് ബെൽ അടിക്കുമ്പം വരെ ആ ഒരു ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പം തന്നെ മഞ്ജുവിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പേടിച്ചിട്ടാണ് ഡോറ് വരെയും തുറന്നിരുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് മഞ്ജുവിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. സ്ക്രീനിൽ ഉണ്ടായ ഇമോഷണൽ രംഗത്തേക്കാൾ കൂടുതൽ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഓ തീർച്ചയായും. അപ്പൊ നമ്മൾ പറയും ജീവിതത്തിന് എല്ലാ തരം വേണം, അപ്സ് ആൻഡ് ഡൗൺസ് വേണം, നമുക്ക് എല്ലാ തരം സുഖ ദുഃഖങ്ങളൊക്കെ വരണം, സന്തോഷം മാത്രമാണ് ജീവിതം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. മഞ്ജു ചേച്ചിയുടെ ഒരു POV എങ്ങനെയാ ജീവിതം എല്ലാം കൂടി വരുന്നതാണോ ജീവിതമായിട്ട് വിളിക്കാൻ? എല്ലാം കൂടിയൊക്കെ വരും, പക്ഷെ ഇത്രയും അപ്പ് ആൻഡ് ഡൗൺസ് വേണ്ട അല്ലേ? വല്ലാത്ത ഇറക്കമാണ്, വല്ലാത്ത ഇറക്കമാണ്. അവിടെ നിന്ന് പോരാനായിട്ട് എന്താണെന്നറിയാമോ, ഇത്ര ഇറക്കം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും പോയിന്റിൽ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടോ? എത്ര വട്ടം അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും ഇഷ്ടമല്ല. അത് ശരിക്കും ഇപ്പൊ കിട്ടുന്ന നമ്മുടെ പ്രൊഫഷനിൽ നിന്ന്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതാണോ, അതല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇൻഡസ്ട്രിയിലൊന്നും എനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലേ. ഇൻഡസ്ട്രിയിലൊക്കെ അതാ ഞാൻ പറയാം, ഭാഗ്യമുള്ള ആളാണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പേസിൽ നിന്ന് എനിക്ക് തോന്നുന്ന മാസത്തിൽ 4-5 ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അത്രയും ദിവസം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം, അയ്യോ അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് ഓർക്കാൻ ഇഷ്ടമല്ല, അത് ഓർക്കാതെ മറന്നുപോയ സാധനങ്ങളൊക്കെ കൂടിയായിരിക്കും സുനിച്ചന്റെ ജീവിതത്തിലേക്ക് മഞ്ജു കടന്നു വന്നത്. പക്ഷെ ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ പ്രതീക്ഷകളെല്ലാം കെട്ടടങ്ങുന്ന രീതിയിലുള്ള അനുഭവമാണ് മഞ്ജുവിന് സുനിച്ച സമ്മാനിച്ചത്. ചില വ്യക്തികൾ ഓർക്കും ഈ വിവാഹം കഴിച്ചാൽ ചില പുരുഷന്മാരും ആ പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ അച്ഛനും അമ്മയൊക്കെ ചിന്തിക്കുന്നത്, ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു വന്നാൽ തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയായിട്ടുള്ള ആൾ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ
തങ്ങളുടെ കടം വീട്ടാനോ അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടോ ചെലവഴിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും എത്രയോ നാൾ കഷ്ടപ്പെട്ടായിരിക്കും അത്രയും സ്വർണം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു മകളെ വിവാഹം കഴിച്ച് ആ മകളുടെ കാര്യം എന്തെങ്കിലും അവൾക്ക് പ്രയോജനപ്പെടുന്ന അവൾക്കും ഭർത്താവിനും പിന്നെ കുട്ടികളുണ്ടാകുകയാണെങ്കിൽ കുട്ടികൾക്കും ഒക്കെ അവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ സേഫ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ അവരുടെ കുടുംബം മുമ്പോട്ട് പോകാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ അവരുടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വല്ലതും ചെലവഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതെടുക്കുന്നതെങ്കിൽ വീട്ടുകാർക്ക് പക്ഷെ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇത് ഈ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ച കടം വീട്ടാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും വന്ന അന്ന് തന്നെ അത് വിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ അന്ന് തന്നെ ഒരു എന്താ പറയുന്നത് എത്രയും മരവിച്ചു പോയ ഒരു അവസ്ഥയിലായിരിക്കും കടന്നു പോയിരിക്കുന്നത്. പിന്നീട് ഈ സുനിച്ചനാണെങ്കിൽ ഈ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് മൊത്തം ഈ കടങ്ങൾ മുഴുവനും ആ ബാധ്യത മുഴുവനും ഈ മഞ്ജുവിൻ്റെ തലയിലേക്ക് വെച്ചിട്ട് മുങ്ങുകയാണ് ചെയ്തത്. ഇവർ ഇതിനു മുമ്പായിട്ട് വെറുതെ അല്ല ഭാര്യ എന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അതിൽ ഫൈനലിസ്റ്റ് ആവുകയും ഒക്കെ ചെയ്തു. അതിൽ നിന്ന് കുറച്ചൊക്കെ പണം കിട്ടിക്കാണും. അത് കുറച്ചൊക്കെ കടങ്ങൾ വീട്ടി കാണും. പിന്നെയും കടങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് മഞ്ജു പറയുന്നത്. പിന്നെ ഈ 2016 ആയപ്പോഴത്തേക്കിന് സുനിച്ചൻ വിദേശത്തേക്ക് പോയി. പിന്നെയുള്ള ബാധ്യതകൾ മുഴുവനും മഞ്ജുവിൻ്റെ തലയിലേക്കായി. മഞ്ജു അത് വീട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെട്ടു. അഭിനയിക്കാനും പ്രോഗ്രാമിനുകളും ഒക്കെ പങ്കെടുത്ത് അവസരങ്ങൾ തേടി നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് തന്നെ പുള്ളിക്കാരത്തി ആ കടങ്ങളെല്ലാം വീട്ടി. അതോടൊപ്പം തന്നെ ഒരു വീട് വെച്ചു. കുട്ടിയുടെ പഠിത്തം അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ ഒരു എന്താ പറയുന്നത് അത്രയും പുള്ളിക്കാരത്തി സ്ട്രഗിൾ ചെയ്ത് തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു രീതിയിൽ ഒരു അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി എന്നൊരു ലെവലിലേക്ക് തന്നെ വരികയുണ്ടായി. അത് അവരുടെ അത്രയധികം അവർ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു പുരുഷൻ ഭർത്താവ് വരുത്തി വെച്ചിരിക്കുന്ന കടം ഈ ഒരു ഭാര്യ ഇത്രയും വീട്ടണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ആ വീട്ടിലെ ചെലവും അതുപോലെ തന്നെ കുട്ടികളുടെ പഠിത്തം അതിൻ്റെ കൂട്ടത്തിൽ ഈ കടവും കൂടെ വീട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഭയങ്കര ഒരു വിഷമകരമായ അവസ്ഥ തന്നെയാണ്. ആ അവസ്ഥയെല്ലാം തരണം ചെയ്ത് അവരിപ്പം ഈ ഒരു ലെവലിൽ വരെ അവരെത്തി. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും ഞാൻ ഒറ്റയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ അഭിമാനത്തോടു തന്നെ പറയുക, ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ആരുടെയും ഇത് കൂടാതെ ഞാൻ സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞേക്കുന്ന ആ ഇൻ്റർവ്യൂ ആ ഒരു വീഡിയോ വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നു. സുനിച്ചനും ഇതിൽ പങ്കില്ലേ എന്ന്, സുനിച്ചൻ വിട്ടത് കൊണ്ടല്ലേ എന്ന്. സുനിച്ചൻ ഉണ്ടാക്കി വെച്ച കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ അഭിനയ രംഗത്തേക്ക് പോയത്. സുനിച്ചൻ കടം വീട്ടുമായിരുന്നെങ്കിൽ ആ സ്ത്രീ പോയില്ലായിരുന്നു. അപ്പോൾ സുനിച്ചൻ ആണ് ഇതിന് കാരണം എന്ന് പറയാൻ പറ്റില്ല. കാരണം സുനിച്ചൻ്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാര്യയാണ് കഷ്ടപ്പെട്ട് കടം വീട്ടാൻ അവർക്ക് വേറെ മാർഗമില്ലായിരുന്നു. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത ഒരു വഴിയാണ് അവർക്ക് അഭിനയിക്കാൻ ഒരു കഴിവുള്ളത് കൊണ്ട് അഭിനയിക്കുക എന്നുള്ളത്. പിന്നെ ചെറിയൊരു പങ്കുണ്ടെന്ന് പറഞ്ഞത് അയാൾ കാരണമാണ് അഭിനയ ജീവിതത്തിലേക്ക് വന്നതെന്നുള്ളത് ചെറിയൊരു കാര്യം തന്നെയാണ്. അത് നല്ല രീതിയിൽ പറയാൻ നമുക്ക് തോന്നുന്നില്ല. സുനിച്ചനെ നല്ല രീതിയിലാക്കി പറയാൻ പറ്റിയില്ല. അയാൾ അത്രയധികം ബാധ്യതകൾ തലയെ കയറ്റി വെച്ചുകൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ ലെവലിൽ വരെ എത്തിയിരിക്കുന്നതും വീട് വെച്ചിരിക്കുന്നതും കടങ്ങൾ വീട്ടിയിരിക്കുന്നു. അയാളുടെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ നൈസായിട്ട് മുങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് അയാൾ വന്നിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അധികം പുറകെ പറയാം. അപ്പോൾ ഈ ഒരു മഞ്ജുവിൻ്റെ ഈ ഒരു സംസാരവും ആ ഫ്ലവേഴ്സിൽ ഒരു കോടി എന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിൽ വന്നപ്പോൾ മഞ്ജു തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾക്ക് ആ ഒരു മഞ്ജുവിൻ്റെ സംസാരം കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. അത് ഒരുപാട് ആളുകൾ കാണുകയും ചെയ്തു ആ ഒരു വീഡിയോയെ. അപ്പോൾ അവരത്രയധികം കഷ്ടപ്പെട്ടാണ് ആ ലേഡിയെ ഇത്രയും ഒരു ലെവലിലേക്ക് വന്നിരിക്കുന്നത് തന്നെ. അവരുടെ ആ കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ് അവരൊരു സെലിബ്രിറ്റിയായി അവർക്ക് നേടാവുന്ന കാര്യങ്ങളൊക്കെ നേടി കടങ്ങളൊക്കെ വീട്ടാൻ പറ്റി. പക്ഷെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു നിലയിൽ അയാൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് തന്നെ പറയാം. കാരണം ഭാര്യയുടെ മുതൽ മുഴുവനും കൊണ്ടുവന്ന് കടം വീട്ടിയിട്ട് എന്നാൽ കുറേയൊക്കെ അയാളും കൂടെ കൂടി സഹകരിച്ച് മുമ്പോട്ട് പോയി അയാളും കൂടെ കൂടി വീട്ടാൻ ശ്രമിക്കുക. നമ്മൾ രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് വീട്ടാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഏതായാലും പറ്റിപ്പോയല്ലോ എന്നൊരു ലെവലിലേക്ക് എത്താതെ അയാൾ നൈസായിട്ട് 2016 ആയപ്പോഴത്തേക്കിന് അയാൾ മ്യൂസിക്കും പ്രോഗ്രാമും ഒക്കെ ആയിട്ട് അയാൾ ദുബായിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീട് ഈ ഭാരം മുഴുവനും
ഈ സ്ത്രീയുടെ തലയിൽ വരികയും അവരാണ് കഷ്ടപ്പെട്ട് അത്രയും കടങ്ങൾ വീട്ടി വന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലും വന്നിരിക്കുന്നത്. പല ഇതിലും വന്നിട്ടുണ്ട്, സുനിച്ചനെ ഡിവോഴ്സ് ചെയ്തോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മഞ്ജുവിന് നേരെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം സുനിച്ചന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അയാൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. അപ്പോൾ അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പറയുന്നത് മുഴുവനും എനിക്ക് തോന്നുന്നത് ഈ ഓർക്കസ്ട്ര പരിപാടിയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അവതാരിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡിവോഴ്സ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡിവോഴ്സ് ആയോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷേ ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു എങ്ങനെ വേർപിരിയാതിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ബാധ്യതകൾ മുഴുവൻ ഈ ഒരു സ്ത്രീയുടെ, അയാൾ തന്നെ വരുത്തി വെച്ചിരിക്കുന്ന ബാധ്യത മുഴുവൻ ഈ സ്ത്രീയുടെ സ്വർണവും വിറ്റിട്ട് അതും കൂടാതെ ബാക്കി ഉണ്ടായിരുന്ന ബാധ്യതകൾ മുഴുവൻ ഈ സ്ത്രീയുടെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് മുങ്ങിയ വ്യക്തിയോട് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക്, ഒരു ഭാര്യയ്ക്ക്, ഒരു ഭർത്താവിനോട് ഇഷ്ടം തോന്നുക എന്നുള്ളത് വളരെ ഇതാണ്. അത്രമാത്രം കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്താണ് അവർ ഈ ഒരു ലെവലിൽ വരെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആ സ്ത്രീക്ക് തന്നെ അർഹതപ്പെട്ടതാണ്, അല്ലാതെ ഭർത്താവ് നിന്നെ വിട്ടതുകൊണ്ടല്ലേ എന്നല്ല. ഭർത്താവ് വിട്ടത് എന്തുകൊണ്ടാണ്? അയാൾ ബുദ്ധിപൂർവ്വം കാണിച്ചതാണ്. അയാൾ വിട്ടിരിക്കുന്നത് ആ സ്ത്രീ അഭിനയിച്ച് പൈസ ഉണ്ടാക്കി കടം വീട്ടുമെന്നുള്ള ഒരു ചിന്ത അയാൾക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് അയാൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് അവൾക്ക് അച്ഛനും അമ്മയും കൊടുത്തു വിട്ടിരിക്കുന്ന ആഭരണങ്ങളെല്ലാം അവരുടെ വീട്ടിലെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നു കഴിഞ്ഞാൽ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം അവളുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം വിറ്റ് കടം വീട്ടാം, അല്ലെങ്കിൽ വീട്ടിലെ പെങ്ങന്മാരെ കെട്ടിച്ചു വിടാം എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആണുങ്ങളുണ്ട്, ചില ആ ഭർത്താക്കന്മാരുടെ രക്ഷകർത്താക്കളുണ്ട്. ഇവരൊക്കെ അങ്ങനെ ഓർക്കരുത്. ഇവരുടെ അച്ഛനും അമ്മയും, ഈ പെൺകുട്ടിയുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മകൾക്ക് വേണ്ടിയിട്ട് അത്രയും സമ്പാദിക്കുന്നത്. അത് അവരുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, അവരുടെ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബം അവരുടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കുകയാണെങ്കിൽ ആ മാതാപിതാക്കൾക്ക് അത് ഒരുപാട് സന്തോഷം ഉണ്ടാവുകയും ചെയ്യും, അവരുടെ ജീവിതം നല്ല രീതിയിൽ പോവുകയും ചെയ്യും. അതല്ല, ഇവർ നേരത്തെ വരുത്തി വെച്ചിരിക്കുന്ന കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് വന്നു കയറുന്ന പെണ്ണുങ്ങളുടെ മുതലെടുത്തിട്ട് വിൽക്കുക എന്നുള്ള ചിന്ത കാണിക്കുന്ന ആളുകൾ ഒട്ടും ശരിയായ ഒരു പ്രവൃത്തി തന്നെയല്ല എന്ന് ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്. എന്തായാലും നമുക്ക് ആ സുനിച്ചൻ്റെ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആക്ച്വലി ഞാൻ ദുബായിലായിരുന്നു. ഞാൻ എക്കോസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഒരു ടീമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്ത് 2017 സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. അപ്പം നമ്മൾ പുതിയതായിട്ട് ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പം നമുക്കൊക്കെ പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിൽ ഷാർജയിലുള്ള നമ്മുടെ ഒരു കസിനും ഫ്രണ്ടുമായ ജസ്റ്റിൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊരു വിസിറ്റ് മ്യൂസിക്ക് ഞാനിങ്ങനെ കയറി പോയതാണ്. നാട്ടിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? നാട്ടിലായിരുന്നു. 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓണത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം നമുക്ക് പ്രോഗ്രാം ഇല്ലതായി. അപ്പം മെയിൻ ആയിട്ടുള്ള ഓർക്കസ്ട്രക്കാർക്കൊക്കെ പരിപാടിയായപ്പം ഞാൻ ആകെ ടെൻഷനായിപ്പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ അവിടെ നിന്ന് വന്നത്. അപ്പോൾ അവിടെ ഏതോ കമ്പോസറുകാരൻ എൻ്റെ ഇല്ല, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പരിപാടിക്ക് വായിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. നമുക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, സാൻഡി, ബിന്നിൽ. അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന്. അങ്ങനെയാണോ ദുബായിക്ക് പോകുന്നത്? അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ പോയി നിന്ന് ഒരു 3 മാസം വിസിറ്റ് മിസ്സായി. അപ്പം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം അത്യാവശ്യം നമുക്ക് പരിപാടിയൊക്കെ ആയി. അപ്പോൾ അവിടെ നല്ലൊരു കളവായി. ഇപ്പം നല്ല ഈവെന്റിന്റെ പരിപാടിക്കൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്ന് പോയി. അവിടെ എന്തായിരുന്നു ജോലി? ഇത് തന്നെയായിരുന്നു മ്യൂസിക് ഫീൽഡ്, കമ്പോസർ വായിക്കുന്നത്. ഞാൻ റിതം പാഡ്രം വായിക്കുന്നുണ്ട്, റിതം പ്രോഗ്രാമറാണ്. അങ്ങനെ അവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം അതായിരുന്നു, എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇല്ല, ബ്ലാക്ക് കിസ് എന്ന് പറഞ്ഞ ചാനല് മഞ്ജുവും സിമിയും കൂടെ തുടങ്ങിയ ചാനൽ. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പുറത്തു പോകുന്നത്, ദുബായിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ്